സഹിക്കാനായിട്ടാ പെറ്റതള്ള സഹിക്കൂല അമ്മാതിരി ഒരു ചെറുപ്പടം. ടോർച്ചർ അനുഭവിക്കാൻ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ പോയി മോശമായിട്ട് എല്ലാം മോശമാണ് കേട്ടാ. എല്ലാം മോശം എന്ന് വെച്ചാൽ സ്ക്രീൻ പ്ലേ മുതൽ എല്ലാം കച്ചറപ്പടം. ഇത്രയും ഈ ചതി ഗിരിമദാസിന് പ്രതീക്ഷിച്ചില്ല. എന്താ പറയുക, നിങ്ങൾ പോയി കണ്ടു പൈസ വെറുതെ പോയി. ലാഗാണ്, പ്രൊഡക്ഷൻ കൊള്ളൂല, അഭിനയം കൊള്ളൂല, ഡബിങ് വൃത്തിക്കെട്ട ഡബിങ്, വൃത്തിക്കെട്ട ഡബിങ്. നിങ്ങൾ പോയി കണ്ടിട്ട് പറ ബ്രോ. അതാണ് ഡബിങ് ആണ് മെയിൻ ആയിട്ട് കാണുകയാണെങ്കിൽ ബ്രോ. ഞാൻ വെക്കിയത് പറയുന്നത് ഡബിങ് ആണ്. നിങ്ങൾ ഈ സിനിമ കാണണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ യാഷിനെ കാണണമെന്നുണ്ടെങ്കിൽ, ഈ സിനിമ കാണണമെന്നുണ്ടെങ്കിൽ പ്ലീസ് വാച്ച് തമിഴ്. മലയാളം കാണണ്ട, വളരെ മോശം ഡബിങ്ങാണ്. നമ്മൾ കണ്ടത് ചിരിക്കായിരുന്നു. തിയേറ്ററിൽ എനിക്ക് വന്ന് കൈയടിച്ചതിനേക്കാളും കൂടി ചിരിച്ചിട്ടുണ്ട് ഈ മലയാളം ഡബിങ്. ഡബിങ് വളരെയധികം പ്രശ്നമാണ്. ആക്ഷൻ കുഴപ്പമില്ല, നല്ല നല്ല ആക്ഷൻ സീക്വൻസ് ഉണ്ട്, ഡയലോഗ് ഡെലിവറി. അപ്പോൾ ആ ഡബിങ് കാരണമായിരിക്കാം ചിലപ്പോൾ നമുക്ക് കണക്റ്റ് ആവാതിരുന്ന നല്ല നല്ല മൂവ്മെന്റ്സ് ഉണ്ട്. പക്ഷേ വളരെ ലെങ്ത് ഉണ്ട് പടത്തിൽ. എല്ലാരും കാണാൻ പറയണം. എങ്ങനെ സഹിക്കാനായിട്ടാ പെറ്റതള്ള സഹിക്കൂല അമ്മാതിരി ഒരു ചെറുപ്പടം. ആരും സഹിക്കൂല കേട്ടോ. ടോർച്ചറാണ്. ഇങ്ങനത്തെ സിനിമയൊക്കെ ആൾക്കാർക്ക് അവാർഡ് കൊടുക്കണം. ഈ 2 മണിക്കൂർ 3 മണിക്കൂർ ഇത് കണ്ടു തീർക്കണതിന് അവാർഡ് കൊടുക്കണം. അമ്മാതിരി ഒരു പടം എങ്ങനെ ഒരാൾ സഹിക്കുമെന്ന്. അമ്മാതിരി ടോർച്ചർ അനുഭവിക്കാൻ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ പോയി മോശമായിട്ട് എല്ലാം മോശമാണ് കേട്ടോ. എല്ലാം മോശം എന്ന് വെച്ചാൽ സ്ക്രീൻ പ്ലേ മുതൽ എല്ലാം കച്ചറപ്പടം. ഈ വർഷം ഈ അടുത്ത കാലത്തൊന്നും ഇങ്ങനൊരു പടം ഇത്ര മോശം കണ്ടിട്ടില്ല. ഡബിങ് എന്നൊക്കെ പറഞ്ഞാൽ ഒരുമാതിരി സീരിയലിൽ നമ്മൾ അച്ചടി ഭാഷയിൽ എന്തൊക്കെ എഴുതി വെക്കൂലേ, അതാണ് ഈ ഡബിങ് എന്ന് പറയുന്നത്. ഡയലോഗ്സ് ഉൾപ്പെടെ നമുക്ക് സഹിക്കാൻ പറ്റൂല. നമ്മൾ ഒരു പരിധിയില്ല, ഒരു ലിമിറ്റില്ല എന്തിനും. അതൊക്കെ കവിഞ്ഞു പോയിട്ടുണ്ട്. ഒന്നും പറയാനില്ല അതിൽ കൂടുതൽ. അങ്ങനത്തെ ഒരു കച്ചറ പടമാണ്. ഇത്രയും ഈ ചതി ഗിരിമദാസിന് പ്രതീക്ഷിച്ചില്ല. ഫസ്റ്റ് ഹാഫ് പിന്നെ കണ്ടിരിക്കുകയായിരുന്നു. സെക്കൻഡ് ഹാഫ് ഒന്നും കൂടില്ല. ആളുകൾ കൂവുകയാണ്. സീരിയസ് പടം ഒരു തമാശയായി മാറി. വെറുതെ കാശിൽ സമയം ഓർക്കം കളയാം. നിങ്ങൾ ദയവ് ഒരു സിനിമ കണ്ട് കാശിൽ സമയം കളയരുത്. കൂതറ പടം. ഒരു ലോജിക്കും ഇല്ല, ഒരു ഉണ്ടയില്ല, ഒരു സീരിയൽ കാണുകയുള്ളതാണ്. എനിക്ക് ഈ പടം പ്രൊഡ്യൂസർ കുത്തുവാടുക്കും. 12 പ്രൊഡ്യൂസർ കുത്തുകാലത്തോളം കുത്തുവാടുക്കും. 600 കോടി പോയിട്ട് 60 കോടിയിൽ നേടുമെന്ന് സംശയമാണ്. ഗിരിമദാസ് പൃഥ്വിരാജിൻ്റെ ടൂപ്പാൻ തള്ളിയിച്ചു. തള്ളു മാത്രമേ ഉള്ളൂ, ഒരു ഉണ്ടയില്ല. ലോജിക്കില്ല, ഒന്നുമില്ല. എൻ്റർടൈനിങ് എലമെൻറ്റും ഇല്ല, ഒന്നുമില്ല. വെറുതെ ഒരു തമാശ പടം കാണുള്ളൂ, ഒരു കോമാത്ര കാണിക്കും. ഒന്നിനും കൊള്ളാത്ത പടം. കോമഡിയായിട്ട് നമുക്ക് തോന്നും, സീരിയസ് ആയി കാണിക്കേണ്ടവരാ അവർ. ഇതിപ്പോൾ AJP ഇതിനെക്കാളും നല്ല സിനിമ ഉണ്ടാക്കാൻ പറ്റും. AJP പിടിച്ച് അഭിനയിപ്പിച്ച് ഇതിനെക്കാളും നല്ല സിനിമ ഉണ്ടാക്കാൻ പറ്റും. ഒരു ഉണ്ടല്ലേ. യക്ഷൻ്റെ കരിയർ വെറുതെ പോയി. 4 വർഷം 600 കോടി വെറുതെ വേസ്റ്റായി പോയി. വെറും കൂതറ പടം. ഇത് ആരെ കാണാൻ പോകുന്നത്? പ്രൊഡ്യൂസർ ഫസ്റ്റ് ഗിരിമദാസ് നല്ല പടമൊക്കെ ചോദിച്ചാൽ അവർ തന്നെ ഇങ്ങനെ പടം പ്രതീക്ഷിച്ചില്ല. വെറുതെ ആളുകളുടെ സമയം പോയി, അവരുടെ സമയം പോയി. പടം പോരെ ബ്രോ. സത്യം ഭയങ്കര ആവറേജ് എന്ന് പോലും പറയാൻ പറ്റില്ല. കൊള്ളില്ല, ഒന്നുമില്ല പടത്തിൽ. ഒരു പ്ലോട്ട് നല്ലയില്ല, നല്ല സ്റ്റോറി ഇല്ല, എൻഗേജിങ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഇല്ല, ഇമോഷണലായിട്ട് നമുക്ക് ആ സ്റ്റോറിനോട് കണക്ഷൻ ഇല്ല, ഒന്നുമില്ല. വെറുതെ അവിടെ ഇവിടെയൊക്കെ കുറേ ഫൈറ്റ് എടുക്കുന്നു, വെറുതെ 2-3 വെടി. പിന്നെ അതിൻ്റെ ഇടയിൽ യാസിൻ്റെ കുറച്ച് ഇടയ്ക്കുള്ള പരിപാടികൾ, പിന്നെ അതൊക്കെ തന്നെ ഉള്ളൂ ബ്രോ. ഒന്നുമില്ല. മലയാളം ഡബിങ് വളരെ മോശം എന്നാണ്, വളരെ മോശം. ഇനി നിങ്ങൾക്ക് ഇനി ഈ സിനിമ, യാഷിനുള്ള സിനിമ നിങ്ങൾക്ക് കാണണമെന്നുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ തമിഴിൽ കാണാം. പ്രത്യേകിച്ച് ഇപ്പടത്തിൽ ഒന്നുമില്ല. 2-3 ആക്ഷൻ സീക്വൻസ് മാത്രമേ നന്നായിട്ട് തോന്നി, വേറെ ഒന്നുമില്ല. വളരെ മോശം സിനിമ, വളരെ മോശം. പ്രതീക്ഷിച്ചെന്നില്ല, ഞാനും ഓൾറെഡി എക്സ്പ്രഷൻ കുറച്ചാണ് വന്നത്. പക്ഷേ എന്തെങ്കിലുമൊക്കെ പടത്തിലുണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചു. ആൻഡ് വളരെ ഡിസപ്പോയിൻ്റ് ആണ് ബ്രോ. പടം ഒട്ടും കൊള്ളില്ല, വളരെ മോശം. വയലൻസ് ഉണ്ട്, ഞാൻ പറഞ്ഞില്ലേ. നമുക്ക് ആ വയലൻസ് ഇപ്പോൾ ദുരന്തറിൽ വയലൻസ് ഉണ്ട്, നമ്മൾ ഈ DC വയലൻസ് ഉണ്ട്. പക്ഷേ ആ വയലൻസ് ഒക്കെ നമുക്ക് എൻജോയ് ചെയ്തു. എന്ന് വെച്ചാൽ ആ ഒരു സിനിമ എന്നുള്ള ഇത് നല്ല രസമുണ്ടായിരുന്നു. പക്ഷേ ഇത് വളരെ മോശം. എന്തോ വയലൻസ് ഉണ്ടെങ്കിൽ പോലും നമുക്കത് കണ്ടിരിക്കാൻ തന്നെ തോന്നുന്നില്ല. വെറുതെ അൺവാണ്ടഡ് വയലൻസ്. ആ ഒരു സീൻ അത് ആവശ്യമില്ല. വെറുതെ അനാവശ്യമായിട്ടുള്ള ഒരുപാട് പാട്ടുകൾ. വെറുതെ 3 മണിക്കൂർ 15 മിനിറ്റ് വേസ്റ്റ് ആണ് ബ്രോ. ഒരു മണിക്കൂറിൽ തീർക്കാവുന്ന കഥയേ ഉള്ളൂ. വളരെ മോശം. വെച്ചാൽ ഇതിൻ്റെ മലയാളം ഡബിങ് ഭയങ്കര എഴുതിയതും ഡബ് ചെയ്തതും എല്ലാമായിട്ട് ഭയങ്കര ഒരു ഇറിറ്റേഷനാണ് തോന്നിയത്. ആ സമയത്ത് കന്നഡയോ തമിഴൊക്കെ കണ്ടാൽ വലിയ കുഴപ്പമില്ലാതെ വരും. കാരണം ടീമൊക്കെ നല്ലതാണ് കാണിച്ചത്. കുറ്റബോധം അങ്ങനെയുള്ള കാണിച്ചൊക്കെ അടിപൊളിയായിട്ടാണ് കാണിച്ചത്. പക്ഷേ ഏക കുഴപ്പം പറ്റിയത് മലയാളത്തിൻ്റെ എഴുത്തും മലയാളത്തിൻ്റെ ചെയ്ത ഡബ്ബിങ്ങും, അതാണ് ഒരു പ്രശ്നം വന്നത്. ബാക്കി എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. എന്നാൽ അല്ലാതെ യാഷക്ക് ഉഗ്രനായിട്ടുണ്ട്. യാഷക്ക് നന്നായിട്ടാണ് അഭിനയിച്ചിരിക്കുന്നതൊക്കെ.
ഒരു പ്രശ്നം വന്നത് മലയാളം ഡബിങ്ങിലാണ്. മേക്കിങ് അടിപൊളി, ഒന്നും പറയാനില്ല. മേക്കിങ് സൂപ്പറായിട്ടാണ് ചെയ്തത്. ഒന്ന് എനിക്കൊന്ന് തമിഴോ കന്നഡ കണ്ടാൽ ഇതിന് മറികടക്കുമെന്ന് എനിക്ക് തോന്നുന്നത്. വേറെ പ്രശ്നമൊന്നും പടത്തിനൊന്നും പറയാനില്ല. പെർഫെക്ഷൻ എന്നൊക്കെ പറഞ്ഞാൽ കന്യായ പെർഫെക്ഷനാണ് കാണിച്ചിരുന്നത്. അവസാനത്തെ ആഷിൻ്റെ അഭിനയമൊക്കെ കിട്ടലിനാണ്. പക്ഷേ ഇതാണ് ഒരു മലയാളം ഡബ്ബിങ്ങിൽ പടത്തിൻ്റെ ഒരു പ്രശ്നമാണ് വന്നത്. അതൊക്കെ എനിക്ക് ഇന്നലെ താമസിക്കാൻ കാരണം ഇതൊക്കെയാണെന്ന് തോന്നുന്നു. ആൾക്കാരെ ഇന്നലെ കണ്ടന്റ് വരാൻ താമസമൊക്കെ അതായിരിക്കും കേട്ടോ.